ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, ദേ നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കിടിലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരേ പൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ കൊല്ലത്തെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് പേര് ഡൗട്ട് വെച്ചിരുന്നു. സാറേ ഈ ചോദ്യം എങ്ങനെ ചെയ്യാം, സാറേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ച് പറഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സാർ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനിയും ക്ലാസ് കാണാൻ വന്ന കുട്ടികളൊന്ന് ലൈക്ക് അടിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും താഴെ കമൻറ്റ് സെക്ഷൻ്റെ താഴെ ഫീഡ്ബാക്ക് ആയിട്ട് എഴുതിയിട്ട് വിടുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം, ഉഷാറായിട്ട് പഠിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നിങ്ങളോട് പറയട്ടെ, സാറ് വരുന്ന ദിവസങ്ങളിൽ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും സാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാനത് അടുത്ത ദിവസം പരീക്ഷയുടെ തലേന്ന് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇട്ട് തരും കേട്ടോ. അപ്പോൾ ഈ ഐഡിയയിലൂടെ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പറയുകയൊക്കെ ചെയ്യുക. ഇതാണ് സാറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി. അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തോളാം, ഇതാക്കി വെക്കുക. കാര്യം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, സെറ്റാക്കണം. എക്സാം കഴിഞ്ഞിട്ട് സാറോട് പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊക്കെ ഓണാഘോഷത്തിൻ്റെ ഒരു പരിപാടികളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് പരീക്ഷ കഴിയട്ടെ അല്ലേ. അപ്പോൾ എക്സാം 9ാം ക്ലാസ്സിലെ കിഡിലം ചാപ്റ്റർ, കിഡിലം ക്വസ്റ്റ്യൻ, നല്ല കിണ്ണാച്ചി ക്വസ്റ്റ്യൻ. കഴിഞ്ഞ കൊല്ലം ഞാൻ പറയട്ടെ, കഴിഞ്ഞ കൊല്ലം പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് സാറ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ ചോദ്യം അവിടെ കാണാൻ വേണ്ടി പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം കണ്ടപ്പോൾ തന്നെ കഴിഞ്ഞ കൊല്ലം സാർ എന്നെ കൊണ്ട് ഇത് പറ്റിയെന്ന ക്വസ്റ്റ്യൻ അല്ല സാർ, എനിക്ക് പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ്, എനിക്ക് എക്സും വൈനൊക്കെ പേടിയാന്ന് എന്നൊക്കെ പറഞ്ഞ് കുറേ കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചോദ്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ചോദ്യം ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം ഇതെങ്ങനെയാണ് അതിൻ്റെ ചോദ്യം ചെയ്യുക, ഇതെന്താണ് സാധനം എന്നുള്ളതൊക്കെ സാറ് പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, തുടങ്ങാം. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? യെസ്. ആദ്യം ചോദ്യം സാറൊന്ന് വായിക്കാൻ വേണ്ടി പോവാണേ. രണ്ട് സംഖ്യകളിൽ വലുതിനോട് ഒന്ന് കൂട്ടിയതും ചെറുതിനോട് ഒന്ന് കുറച്ച്. ഇത് നീളം വീതിൻ്റെ അല്ല കേട്ടോ, ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ആ സംഭവമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആ സെയിം ടൈപ്പ് ഇതിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറയാം എന്താന്ന് നോക്കൂ. രണ്ട് സംഖ്യകളിൽ വലുതിനോട് ഒന്ന് കൂട്ടിയതും ചെറുതിൽ നിന്നൊന്ന് കുറച്ചതും സംഖ്യകൾ തമ്മിലുള്ള ഗുണനഫലം 112. വലുതിൽ നിന്നൊന്ന് കുറച്ചതും ചെറുതിനോടൊന്ന് കൂട്ടിയതും തമ്മിലുള്ള ഗുണനഫലം 120. അങ്ങനെയാണെങ്കിൽ സംഖ്യകളുടെ ഗുണനഫലം, സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ദ പ്രൊഡക്റ്റ് ഓഫ് ദ ലാർജർ നമ്പർ ഓഫ് ടു നമ്പേഴ്സ് ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ ഡിക്രീസ്ഡ് ബൈ 1 ഈസ് 112. ദ പ്രൊഡക്റ്റ് ഓഫ് ദ ലാർജർ ഡിക്രീസ്ഡ് ആൻഡ് 1 ആൻഡ് സ്മോളർ ഇൻക്രീസ്ഡ് ബൈ 1 ഈസ് 120. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ? വാട്ട് ഈസ് ദ ഡിഫറൻസ്? വല്ലത് മനസ്സിലായോ ചോദ്യം? എല്ലാം നിങ്ങളെ മോന്ത കണ്ടാൽ തന്നെ അറിയാം. അതിനെക്കൊണ്ട് ഞാനൊരു ഐഡിയ പറഞ്ഞു നിങ്ങൾക്ക്. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ഏതോ രണ്ട് സംഖ്യനെ കുറിച്ചല്ലേ പറയുന്നത്, ഒന്ന് വലിയ സംഖ്യയും ഒന്ന് ചെറിയ സംഖ്യയും. അപ്പം ഞാൻ വലിയ സംഖ്യ, അതായത് ലാർജർ സംഖ്യനെ അറിയാത്തതുകൊണ്ട് ഞാൻ എക്സ് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ സംഖ്യ അതായത് സ്മോളർ നമ്പറിനെ ഞാൻ എന്ത് കൊടുക്കാം? വൈ കൊടുക്കാം. ഇതാർക്കും സംശയമില്ലല്ലോ. ചെറിയ സംഖ്യനെ ഞാൻ എന്ത് കൊടുക്കുന്നു? വൈ കൊടുക്കുന്നു. വലിയ സംഖ്യനെ ഞാൻ എന്ത് കൊടുക്കുന്നു? എക്സ്, ചെറിയ സംഖ്യ കൊടുക്കുന്നു. ഇനി അവർ പറയുന്ന പോലെ ഉണ്ടാക്കാം. നോക്ക്, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചറിയാം. നോക്ക്, വലുതിനോട് ഒന്ന് കൂട്ടണം, ഓക്കെ, ചെറുതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് അതിന്റെ ഗുണനഫലം 112. അപ്പൊ അത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. അവർ പറയാണ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ലാർജർ ഓഫ് ടു നമ്പർ ഇൻക്രീസ്ഡ് ആൻഡ് സ്മോളർ ഓഫ് ടു നമ്പർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1. അതായത് ലാർജറിനോടൊന്ന് കൂട്ടുകയും വേണം, സ്മോളറിനോടൊന്ന് കുറയ്ക്കുകയും വേണം. ഏതാടാ ലാർജർ എക്സ് അല്ലേ? അപ്പൊ ലാർജർ എക്സ് ആയതുകൊണ്ട് എക്സിനോടൊന്ന് കുറച്ചു. അതേപോലെ സ്മോളർ ഏതാടാ? വൈ അല്ലേ? ആ വൈയിനോട് ലാർജറിനോട് ഒന്ന് കൂട്ടി എന്നാണ് പറയുന്നത്, ഒന്ന് കുറച്ചു സ്മോളറിനോട്. ഒന്നുകൂടെ പറയാം കേട്ടോ. അതായത് വലുതിനോടൊന്ന് കൂട്ടി, അതുകൊണ്ടാണ് സാർ എന്ത് ചെയ്തത്? വലുതിനോടൊന്ന് കൂട്ടി. ചെറുതിനോട് ഒന്ന് കുറച്ചു, അതുകൊണ്ടാണ് സാർ എന്ത് ചെയ്തത്? ചെറുതിനോട് y-. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. ഇത് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്? 112. ദാറ്റ് ഈസ് ഈക്വൽ ടു 112. ഒരേ പോലെ 112. ഇത് നിങ്ങൾ നേരെ ക്രോസ് ആക്കി എടുത്തേ. നേരെ ക്രോസ് ആക്കി എങ്ങനെ കുഞ്ഞോനെ എടുക്കുക? എക്സ് ഇൻറ്റു വൈ എന്ത് വരും? XY. അങ്ങനെ ഓരോന്ന് ചെയ്തേ. XY എക്സ് ഇൻറ്റു -1, അപ്പം -x ആണ് വരിക. ഓക്കെ, അതുപോലെ നമുക്ക് 1 ഇൻറ്റു വൈ, ഒരു വൈയേ. ഓക്കെ, 1 ഇൻറ്റു -1 എന്ന് പറയുമ്പം -1 ഇൻറ്റു -1 എന്ന് പറയുമ്പം
-1 ആണ് വരിക. അപ്പുറത്ത് 112. ഇത് പഠിച്ചോ, സിമ്പിളാണ്. ഓല് പറഞ്ഞു വലുതിനോടൊന്ന് കൂട്ടി ചെറുതിനോടൊന്ന് കുറച്ചു, അതിൻ്റെ ഗുണനഫലം 112, അതിൻ്റെ പ്രൊഡക്റ്റ് 112. അപ്പോൾ നിങ്ങൾ ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചു, എക്സും വൈയും, എക്സും മൈനസ് എക്സും, 1ഉം വൈയും, 1ഉം -1ഉം ചെയ്തു. ഇനി അവർ അതേപോലെ തന്നെ വേറൊരു സാധനം കൂടെ പറയുന്നുണ്ട്. എന്താ കുഞ്ഞോനെ, വേറൊരു സാധനം എന്താ പറയുന്നത് നോക്ക്. വലുതിൽ നിന്ന് ഒന്ന് കുറച്ചു ചെറുതിനോടൊന്ന് കൂട്ടി, അതിൻ്റെ ഗുണനഫലം 120. അപ്പൊ ഞാൻ രണ്ടാമത്തെ സെക്ഷൻ വേറെ കളറിൽ എടുക്കാതാ, വലുതെന്നൊന്ന് കുറയ്ക്കണം ചെറുതിനോടൊന്ന് കൂട്ടണം. ഒരു പറഞ്ഞ പോലെയൊക്കെ അങ്ങോട്ട് ചെയ്തോളുക. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ദ പ്രൊഡക്റ്റ് ഓഫ് ലാർജർന്ന് ഒന്ന് കുറയ്ക്കണം ആൻഡ് ദ സ്മോളർ ഇൻക്രീസ്ഡ് ബൈ 1, അതിന്റെ പ്രൊഡക്റ്റ് എത്രയാ? 120. അപ്പൊ ലാർജറിനോട് ഒന്ന് കുറച്ച്. ലാർജർ ഏതായിരുന്നു? എക്സ്, വലുത് എക്സ് അല്ലേ? അപ്പൊ അതിനോട് തവണ ഒന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്. അതുപോലെ സ്മോളർ ഏതാണ്? ചെറുത് വൈ അല്ലേ? അപ്പൊ അതിനോട് തവണ ഒന്ന് കൂട്ടാണ്. അപ്പോൾ ഓല് പറഞ്ഞു ആദ്യം ഒന്ന് കൂട്ടാൻ പറഞ്ഞു, പിന്നെ ചെറുതിനോടൊന്ന് കുറയ്ക്കാൻ പറഞ്ഞു. നമ്മൾ അതുപോലെ ഗുണിച്ചു ചെയ്തു. പിന്നെ അവർ പറയാണ്, അടുത്ത സെക്ഷനിൽ അവർ പറയാണ് വലുതിനോടൊന്ന് കുറയ്ക്ക് ചെറുതിനോടൊന്ന് കൂട്ട്. അപ്പൊ ചെറുതിനോടൊന്ന് കൂട്ടുമ്പോൾ എന്ത് വരും? ഇതാ കൂട്ടി. അപ്പൊ എത്ര കിട്ടും? പ്രൊഡക്റ്റ് 120. ദ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, എക്സ് ഇൻറ്റു 1, ഒരെക്സ്, 1 ഇൻറ്റു മൈനസ് ഉണ്ട് കേട്ടോ, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് വൈ, -1 ഇൻറ്റു +1. ശ്രദ്ധിക്കണേ, നോക്കൂ, -1 ഇൻറ്റു വൈ, -1 വൈ ആണ്, പക്ഷെ -1 ഇടേണ്ട ആവശ്യമില്ല. -1 ഇൻറ്റു 1, -1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -1 ആണ് കേട്ടോ, -1 ആണ്, -1 അപ്പുറത്ത് 120. എടാ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഇരിക്കെ, ഈ രണ്ട് ഇക്വേഷൻസും ഇതാണ് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്. ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് ബാക്കിയുള്ളതിൻ്റെ ഉത്തരമൊക്കെ എഴുതാട്ടോ. ഒരേ പുള്ളിയായിട്ട് ഇതാ കണ്ടോ, ആ രണ്ട് ഇക്വേഷൻസും വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സംഖ്യകളുടെ ഗുണനഫലം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എന്ത് ചോദ്യത്തിലും ഗുണനഫലം എന്ന് പറയുന്ന ഒരു ചോദ്യം കിട്ടാമെങ്കിൽ ആ രണ്ട് ഇക്വേഷൻസും തമ്മിൽ കൂട്ടാം. ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് എഴുതിയെടുത്തേ. ഇതാ ഞാൻ അപ്പുറത്ത് ചെയ്താൽ എനിക്ക് ഇവിടെ സെലല്ല, ഈ സാധനം ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ, കാണുന്നില്ലേ? ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇതാ ഒന്നാമത്തെ സാധനം ഞാൻ ഇവിടെ കൊണ്ടുവന്നു കേട്ടോ, എനിക്ക് എഴുതാൻ വേണ്ടിയായിട്ട്. ഓക്കെ, ഇതാ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്നു. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ഗുണനഫലം കിട്ടും. ഏത് ഗുണനഫലം? ഈ ഒന്നാമത്തെ രണ്ടാമത്തെ തമ്മിൽ കൂട്ട്. ദിസ് ഈസ് 1, ദിസ് ഈസ് 2. രണ്ടും കൂടെ കൂട്ടിയാൽ ഗുണനഫലം കിട്ടും. എങ്ങനെ കൂട്ടാം? ഒന്ന് പറഞ്ഞേ. ഇതാ കണ്ടോ, ഞാനൊന്ന് കൂട്ടാൻ വേണ്ടി പോവാണേ. ഇതാ നോക്കോ, എക്സ് വൈയും കൂട്ട്. ഇത് രണ്ടും കൂടെ കൂട്ടാം കേട്ടോ. എക്സ് വൈയും 2xy, -x +x കൂട്ടിയാൽ ക്യാൻസൽ, +y -y കൂട്ടിയാൽ ക്യാൻസൽ. ഇതാ നോക്ക്, -1 കൂട്ടിയാൽ എത്രയോ ഒന്ന് ശ്രദ്ധിക്കണേ. -1 കൂട്ടിയാൽ -2 ആണ് കേട്ടോ. ഇത് മൈനസ് ആവും. അപ്പം -1 -2 ആണേ. അപ്പം -2 ഇതും കൂടെ ഒന്ന് കൂട്ടിക്ക്. 112ഉം 120ഉം ഏകദേശം 232 അല്ലേ വരാ? 232 ആണേ. 232 അപ്പുറത്ത് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലമാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ രണ്ട് ഇക്വേഷൻസ്, ഉണ്ടാക്കിയ രണ്ട് സമവാക്യങ്ങൾ കൂട്ടി വെച്ച് ഇനി ആ രണ്ടിൽ നിന്ന് XY ആണ് ഗുണനഫലം. എപ്പോഴും പഠിച്ചു വെച്ചോ, എക്സ് ഒരു സംഖ്യ, വൈ വേറൊരു സംഖ്യ ആണെങ്കിൽ ഗുണനഫലം എന്ന് പറഞ്ഞാൽ XY ആണ്. തുക എന്ന് പറഞ്ഞാൽ X+Y ആണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ X-Y ആണ്. ഓക്കെ, അതായത് ഇപ്പൊ ഗുണനഫലല്ലേ കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഈ XY അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ അവിടെ പറഞ്ഞിരിക്കാം. XY അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ പറഞ്ഞിരിക്കാം. എങ്ങനെയാ കുഞ്ഞോനെ XY അവിടെ വെച്ച് ബാക്കിയൊക്കെ പറഞ്ഞിരിക്കുക? ദാ -2 ഇവിടെ എത്തി. അപ്പൊ +2 ആവും കേട്ടോ. അപ്പൊ എങ്ങനെ വരാ നോക്ക്, 2xy ദാറ്റ് ഈസ് ഈക്വൽ ടു 232 + 2. 2xy 232ഉം രണ്ടും കൂട്ടെ 234. നമുക്ക് ഗുണനഫലം വേണമെങ്കിൽ ഈ XY മാത്രം അവിടെ വെച്ചാൽ മതി. ഈ രണ്ടിനെ ഇവിടുന്ന് ഒഴിവാക്കണം എന്നാ ഞാൻ പറഞ്ഞത്. ഈ രണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോ, രണ്ട് ഇവിടുന്ന് പോയാൽ പറ XY ദാറ്റ് ഈസ് ഈക്വൽ ടു 234 ഡിവൈഡഡ് ബൈ 2 വരും. എത്രയാടാ? 234/2. 234/2 പറഞ്ഞാൽ 200ന്റെ പകുതി 100, 34ന്റെ പകുതി 17, അപ്പം 117 ആയിരിക്കും. അപ്പം ഇതാണ് ഗുണനഫലം. ഇംഗ്ലീഷിൽ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയും. 117. പക്ഷെ ഇവിടെ അടുത്ത ചോദ്യം എന്താ?
2 ചോദ്യം വരാം. ചില സമയത്ത് സംഖ്യകളുടെ തുക ചോദിക്കാം. തുക ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതണം എന്നുള്ളതും, ഗുണനഫലം ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗുണനഫലം ചോദിച്ചു കഴിഞ്ഞ് ബി ക്വസ്റ്റ്യൻ എന്താ? തുകയല്ല, എന്താണ്? വ്യത്യാസമാണ്. എടാ വ്യത്യാസമാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ x-y കാണുക എന്നാണ് അർത്ഥം. ഡിഫറൻസ് ഞാൻ എപ്പോഴും ഇവിടെ എഴുതരാം, അപ്പം മനസ്സിലാവും. നമുക്ക് ഗുണനഫലമാണെങ്കിൽ XY കാണുക എന്നാണ് അർത്ഥം. എക്സ് ഒരു സംഖ്യ, വൈ ഒരു സംഖ്യ, അപ്പം ഗുണനഫലം. തുക ആണെങ്കിൽ x+y, അത് അവിടെ കട്ടെ. ഇപ്പം തൽക്കാലം തുക ഇവിടെ ഇല്ല, അത് വേറെ ക്വസ്റ്റ്യനിലാണ്, നമ്മൾ വേറെ പഠിക്കാം. ഇപ്പൊ ഇവിടെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. മക്കളെ വ്യത്യാസമാണ് ചോദിച്ചതെങ്കിൽ ആ 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക എന്നാണ് അർത്ഥം. 2 സംഖ്യ എക്സും വൈയും അല്ലേ, അപ്പൊ x-y. ഇതിലേടെ x-y ഉള്ളത്? ഇതാ ഇവിടെ x+y ആണ്, ഓൻ എടുക്കണ്ട. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഇതാ x-y ഇവിടെ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുക. ഇതാ ഞാൻ രണ്ടാമത്തെ ഇൻ ഇക്വേഷൻ 2 രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു ഇടാ? ഞാനൊന്ന് ഇവിടെ എഴുതുന്നുണ്ടേ. രണ്ടാമത്തെ ഇക്വേഷൻ ഇതാ xy പ്ലസ് x-y -1 ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ? ഇതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പൊ കിട്ടിയ സാധനം എന്താ? XY 117 ഇല്ലേ? ആ 117 വേണ്ട ഇവിടെ ഇട്ട് കൊടുക്കുക. 117 ഇട്ട് കൊടുത്തേ. 117 ഇത് അതേപോലെ ഇരിക്കേ, ഇതേപോലെ ഇതാ. ദാറ്റ് ഇസ് ഈക്വൽ ടു 120. ഇനി ഒന്നും എഴുതണ്ടല്ലേ. ഓക്കെ, ഇതാ 117 ഒന്ന് ഉറക്കി. ഇതാ 117 ഒന്ന് ഉറച്ചാൽ 116 പ്ലസ് പിന്നെ ഇത് അതേപോലെ ഇതാ 120. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വ്യത്യാസമല്ലേ? വ്യത്യാസം കണക്കിൻ്റെ ഭാഷയിൽ നമ്മൾ എങ്ങനെയാ പറയാ? x-y എന്നല്ലേ? ഡിഫറൻസിനെ ഈ കണക്കിൻ്റെ മാത്തമാറ്റിക്കൽ ഭാഷയിൽ എങ്ങനെയാ പറയാ? x-y അല്ലേ? അപ്പം ഇവൻ അവിടെ വെച്ച് ഈ 117 ഇവിടെ നിന്ന് 116 കുറച്ചില്ലേ? 117 ഒന്ന് കുറച്ചു, 116 അങ്ങോട്ട് വിടാം. ദേ കണ്ടോ, ആ 116 ദേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. അപ്പം മൈനസ് ആവും കേട്ടോ. അപ്പം അവിടെ നമ്മുടെ വ്യത്യാസം, ഇതിനെയാണ് നമ്മൾ ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറയാം. അപ്പം എത്രയാടാ? 120 പ്ലസ് 116 ഇവിടെ പോയാൽ -116. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി 4. ഇതാണ് വ്യത്യാസം. അപ്പൊ വ്യത്യാസം 4 കിട്ടി. കിടിലമായിട്ട് ഗുണനഫലം 117 കിട്ടി. സെറ്റായിട്ടുണ്ട്. ഈ ടോപ്പിക്കിലെ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണോ? താഴെ കമന്റ് സെക്ഷനിൽ സാറ് നിങ്ങളുടെ വെയിറ്റിംഗ് ആണ്, നിങ്ങളുടെ കമന്റ്സിന് വേണ്ടിയിട്ട് സാറ് വെയിറ്റിംഗ് ആണ്. അപ്പം അടിപൊളിയായിട്ട് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉഷാറായിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ ഓരോ ചോദ്യങ്ങളും ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട. എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും സാറോട് കാര്യങ്ങളൊക്കെ പറയണം, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ. മാക്സിമം ഞാൻ റീപ്ലൈ തരാൻ നോക്കാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നമുക്ക് ഇതുപോലത്തെ അടുത്ത കണ്ടന്റ് വീഡിയോസൊക്കെ സാർ ഇട്ടുതരും. ഈ ഒരു ചാനലിനുള്ളിൽ വീഡിയോസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഉണ്ടാവും. ആ വീഡിയോസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഉടനെ തന്നെ ഓരോ വീഡിയോസ് ആയിട്ട് ഇട്ടുതരും. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ സാർക്ക് കൂടുതൽ മോട്ടിവേഷൻ കിട്ടുള്ളൂ. ലൈക്കും കൂടെ അടിച്ചു വെക്കുക. അപ്പം നിങ്ങളുടെ കമൻറ്റ് സാറ് കാണും കേട്ടോ. അപ്പോൾ വിഷ് യു ആൾ ദ ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ VGR ഫ്രം സൈലം ലേണിംഗ്. ബൈ.